ഞാൻ ശരിക്കും ബെഡ്റിഡനായി പോകാം എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ജീവിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ശരിക്കും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ പലരെയും തേച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ തേക്കാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന തന്നെയാണ്. ഞാൻ അങ്ങനെ കുർബാനയിൽ നിന്നാണ് ശരിക്കും ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ കുർബാനയാണ് പരമപ്രധാനമായ സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ക്ലിൻ്റച്ചന്റെ ജീവിതം ഒരു സാക്ഷ്യം തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹനീയ സാന്നിധ്യം വിളിച്ചൂതുന്ന ജീവിക്കുന്ന സത്യ സാക്ഷ്യം. തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന തരത്തിൽ രോഗം ബാധിച്ചപ്പോൾ അതിനെ സധൈര്യം നേരിടാൻ സാധിച്ചത് പരിശുദ്ധ കുർബാനയിൽ ഈശോ എന്നും തനിക്കായി തന്റെ ശരീരം മുറിച്ചു നൽകുന്നു എന്ന ബോധ്യമായിരുന്നുവെന്ന് ഈ പുരോഹിതൻ പറയുന്നു. പരിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ്. വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. അതെ, യുവജനങ്ങൾക്ക് വേണ്ടി പുരോഹിത ഗണത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു കാർലോ അക്വിറ്റസ്, ഫാദർ ക്ലിൻ്റ് MCBS. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി താരയിൽ. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് തന്റെ ജീവിതത്തിൽ അർത്ഥവത്താക്കുകയാണ് ഈ പുരോഹിതൻ. ഇന്ന് ഷെക്കേന TVയോട് കൂടെ നമ്മോടൊപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ ചില അത്ഭുത നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അച്ഛാ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം. ഓരോ ശ്വാസത്തിലും ദിവ്യകാരുണ്യനാഥൻ എന്നോടൊപ്പം വസിക്കുന്നുവെന്ന ആ പരമസത്യം ഈ വൈദികൻ നിരവധി ആളുകളിലേക്ക് എത്തിക്കുന്നു. അച്ഛാ, അച്ഛൻ്റെ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ മഹത്തായ ശുശ്രൂഷയിൽ സ്വന്തം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദിവ്യകാരുണ്യനാഥനെ ദർശിക്കുവാനോ അങ്ങനെയൊരു ഈശോയോട് കൂടെ നിന്നുള്ള ഒരു ഇൻസിഡൻറ്റ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കും? ഞാൻ ശരിക്കും ബെഡ്റിഡനായി പോകാം എന്നൊരവസ്ഥയിലേക്ക് വന്നപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ജീവിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ശരിക്കും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞാനിന്ന് എഴുന്നേറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛനൊക്കെ പറയാം, അച്ഛാ എന്തിനാ ഇത്രയും പ്രോഗ്രാംസ് ഏറ്റെടുക്കുന്നത്, എന്തിനാ ഇത്രയും ഇടവുകളിലൊക്കെ പോകുന്നത്, എന്തിനാ ഇത്രയും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവൻ ദാനമായിട്ട് തന്ന എൻ്റെ കർത്താവാണ്. അപ്പോൾ ഇനിയിപ്പോൾ കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ട് കൊടുക്കുക, കർത്താവ് മുറിച്ച് പരിപൂർണമായിട്ട് തരുന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലെ തന്നെ ഫിസിക്കലി എൻ്റെ ലൈഫ്, ഇപ്പം എൻ്റെ ജീവിതം ശരിക്കും ഒരു വളരെ രോഗാവസ്ഥയിലൂടെ പോയി വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങനെ കുർബാനയിൽ നിന്നാണ് ശരിക്കും ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയൊരു തിരിഞ്ഞു നോട്ടോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാനിങ്ങനെ കാണുന്ന എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യം, എൻ്റെ ലൈഫ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കാണുന്ന വ്യക്തികൾ. എനിക്ക് പറയാവുന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നൊരു വീട്. പക്ഷേ ആ വീട്ടിൽ ആ ചേച്ചി ഈ സങ്കടങ്ങളുടെ ഇടയിലും പിടിച്ചു നിൽക്കുന്ന, ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ കുറച്ചുപേരൊക്കെ ആ വീട്ടിലൊരു പ്രത്യേക അസ്വസ്ഥതയൊക്കെ വന്ന് ഇങ്ങനെ മരിച്ച് കുറേ പേര് പോയൊരു വീട്ടിൽ ഞാനൊരിക്കൽ ചെന്നപ്പം ഈ ചേച്ചി വളരെ പുഞ്ചിരിയോടുകൂടി എന്നോട് സംസാരിക്കുക. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, എങ്ങനെ ഇത് പറ്റുന്നു. ഇപ്പോൾ ചേച്ചി പിറ്റേ ദിവസം രാവിലെ ഞാൻ കുർബാനയ്ക്ക് നോക്കുമ്പം കുർബാനയുടെ ഏറ്റവും ഫ്രണ്ട് റോയിൽ ആ ചേച്ചിയുണ്ട്. അപ്പോൾ എത്ര സഹനത്തിലാണെങ്കിലും എത്ര ഞെരുക്കത്തിലാണെങ്കിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി അത് വേറൊരു ശക്തിയല്ല, പരിശുദ്ധ കുർബാനയാണ് എന്നതിൽ ഒരു താരനും തരുമ്പനും പോലും നമുക്കൊരു സംശയത്തിന് ഇടയില്ല എന്നുള്ളതാണ് സത്യം. അനുഭവിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ശരിക്കും പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം ആണ് ഓരോ നിമിഷവും. പിന്നെ ഈ പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ
ഓരോ വചനത്തിലും ഒരുപക്ഷെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനില്ലെങ്കിലും പക്ഷേ ഈ ബൈബിളിൽ പറയുന്ന ഓരോ വചനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ, പരിശുദ്ധ കുർബാന എടുത്തുയർത്തുമ്പം പിശാച് വിട്ടുപോകുന്ന റിയൽ സാക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലുള്ള സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോയ ചില വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ കാണുമ്പം പിന്നെ ഇതല്ലാതെ പിന്നെ വേറെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? അച്ഛൻ്റെ സുവിശേഷവൽക്കരണം പുതിയ മേഖലകളിലൂടെ, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ എങ്ങനെ സുവിശേഷം ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ മോഡലിൽ ഇന്ന് യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം അച്ഛൻ്റെ ഈ പുത്തനാശയം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? അത് എത്രമാത്രം യുവജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ അതല്ലാതെ പിന്നെ വേറെ എന്താ സത്യമായിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ പറയുന്നു ബൈബിൾ ഞങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാളും എത്രയോ ഉദാത്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ പന്തക്കോസ്തക്കാർ ബൈബിളും കഷത്തി വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ബൈബിൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ശരിക്കും പരിശുദ്ധ കുർബാനയാണ് സത്യം, അതിനപ്പുറത്ത് വേറെ ഒരു സത്യവും ഇല്ല എന്നുള്ളൊരു ബോധ്യമാണ് ഈ ഒരു സത്യത്തെ ലോകത്തിൻ്റെ അതിർത്തികളോളം കാർലോസിൽ കെട്ടുപോയ ആ ഒരു എന്താ പറയുക, കാർലോസ് മരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പോലും കാർലോസ് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞങ്ങൾ കാർലോസിൻ്റെ തിരിശേഷിപ്പ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളൊരു കൊച്ചു മിനിസ്ട്രി ഉണ്ട്, ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ്, ദിവ്യകാരുണ്യത്തിൻ്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ അതൊരു അപ്പമല്ല, അത് ദൈവ സാന്നിധ്യം തന്നെയാണ്. നമുക്കൊരു വ്യക്തിയോടല്ലേ കൂട്ടുകൂടാൻ പറ്റുള്ളൂ. അങ്ങനെ കൂട്ടുകൂടി നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണത്. അത് കുറേ ആളുകളുണ്ട്, ഒരു 400-ഓളം ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച്, പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ലോകം മുഴുവൻ എത്തിക്കാം എന്ന് കാർലോസ് എടുത്ത ആ ഒരു സ്വപ്നം, അതിൻ്റെ ഒരു ബാക്കി ലോകം മുഴുവൻ എത്തിക്കാൻ മാധ്യമങ്ങളിലൂടെ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളൊരു എളിയ പരിശ്രമം നടത്തുന്നു. അത് വിജയത്തിലെത്തിക്കുന്നത് തീർച്ചയായും പരിശുദ്ധ അമ്മയും വാഴ്ത്തപ്പെട്ട കാർലോസുമാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചാനലിലൊക്കെ എന്ന് പറയാൻ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ആരും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം ഈ കാർലോസിൻ്റെ തിരിശേഷിപ്പ് എങ്ങനെയായാലും ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു, പ്രാർത്ഥിച്ചു, കുറേ സമയം പ്രാർത്ഥിച്ചു, ആളുകളൊക്കെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള ആളുകളൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ കാർലോസിൻ്റെ തിരിശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങളെ കർത്താവാണ് നയിക്കുന്നത്. ഒരുപാട് മേഖലകളിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ മധ്യസ്ഥൻ വാഴ്ത്തപ്പെട്ട കാർലോസാണ്. അപ്പോൾ കാർലോസ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഈ മാധ്യമ ശുശ്രൂഷയും യുവജന ശുശ്രൂഷയും മുന്നോട്ട് മാധ്യമ ശുശ്രൂഷയിലൂടെ ഈ ദിവ്യകാരുണ്യം എന്ന സത്യം ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ മാത്രമല്ല, നമ്മുടെ മിനിസ്ട്രിയിലുള്ള ആളുകളുണ്ട്, അതുപോലെ യൂത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരു ഒരു ചെറിയൊരു കാര്യമെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇൻഡിറക്റ്റാണ്. അപ്പം നമ്മൾ പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഡിറക്റ്റാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന പോലെയാണ് ഇത് പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീഡിയയിലൂടെ ആണെങ്കിലും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ ശരിക്കും ജീവിക്കുന്ന ക്രിസ്തുവിനെ തന്നെ ഇന്നും സജീവനായി നമ്മൾ പ്രഘോഷിക്കുകയാണ്. ഫ്രണ്ട്സ് ഓഫ് ഹോളി യൂക്കരിസ്റ്റ് എന്ന സംഘടന അച്ഛൻ്റെ നിരവധി പ്രവർത്തന മേഖലകൾ അതിലൂടെ നടക്കുന്നുണ്ട്. എന്താണ് ഫ്രണ്ട്സ് ഓഫ് ഹോളി യൂക്കരിസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം? ഈ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറയുന്ന ഈ മിനിസ്ട്രി, അത് മലയാളത്തിലേക്ക് വരുമ്പം വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാർ എന്നാണ്. നമുക്കറിയാം, നമുക്കൊരു വ്യക്തിയോടെ സംസാരിക്കാൻ പറ്റൂ, ഒരു വ്യക്തിയെ കേൾക്കാൻ പറ്റൂ, ഒരു വ്യക്തിയുടെ അടുത്ത് ഇരിക്കാൻ പറ്റൂ, ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിലൂടെ അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം, വിശുദ്ധ കുർബാന എന്നത് ഒരപ്പക്കഷ്ണമല്ല, മറിച്ച് ഈശോ തന്നെയാണ്. വിശുദ്ധ കുർബാനയോട് നമുക്കൊരു കൂട്ടുകൂടാൻ പറ്റുന്ന, നമുക്ക് ഒരു വ്യക്തിയോടെന്ന പോലെ ഇടപഴകാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന സത്യത്തെ പ്രഘോഷിക്കുക എന്നതാണ് ഈ മിനിസ്ട്രിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് ആളുകളെ അടുപ്പിക്കുക. പരിശുദ്ധ കുർബാന എന്ന സത്യത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് ആളുകളെ, ഒരു ബോധ്യമുള്ള ആളുകളെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്
പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ കുർബാനയെ ഗൗരവമായിട്ട് എടുക്കുന്ന പോലെ തന്നെ വ്യക്തികളെയും ആളുകളെയും ഗൗരവത്തിലെടുക്കുക എന്ന് പറയാൻ, അൾത്താരയിൽ മുറിയപ്പെടുന്ന അതേ അപ്പം തന്നെയാണ് കാൽവരിയിൽ മുറിയപ്പെടുന്ന ഈശോ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞു പരിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യാം. അത് രണ്ടാമത് ഈശോ പറഞ്ഞല്ലേ, എൻ്റെ എളിയ സഹോദരൻ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തു തന്നു. അപ്പോൾ പരിശുദ്ധ കുർബാനയെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് എളിയ സഹോദരങ്ങളെ, വേദനിക്കുന്നവരെ, വിശക്കുന്നവരെ ഒന്നും ഗൗരവമായിട്ട് എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രി അത് ആസച്ച് പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലായിട്ട് റീത്തുകൾക്കതീതമായിട്ട് പൗരോഹിത്യ, സന്യാസ, അൽമായ, ഏകസ്ഥ ജീവിത വിളികളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് ശരിക്കും ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രി. അപ്പോൾ അതിലൂടെ നമുക്ക് പല മിനിസ്ട്രീസ് ഉണ്ട്. മീഡിയ മിനിസ്ട്രി ഉണ്ട്. മീഡിയ മിനിസ്ട്രി പ്രധാനമായിട്ടും യുവജനങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു കൊച്ചു മീഡിയ സെൻ്റർ ഉണ്ട്. ഞങ്ങൾക്കിവിടെ യുവജനങ്ങൾ ഫുൾ ടൈമേഴ്സ് ഇവിടെ ഇരിട്ടി വട്ടിയറ ആശ്രമത്തിനടുത്ത് ഞങ്ങൾക്കൊരു ചെറിയൊരു മീഡിയ സെൻറ്റർ. അപ്പോൾ അവിടെ യൂത്ത് വരും. അപ്പോൾ അവരിലൂടെ ഈ കാർലോസിൻ്റെ മിഷൻ മീഡിയയിലൂടെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന സത്യത്തെ ലോകം മുഴുവൻ എത്തിക്കാനായിട്ടൊരു എളിയ പരിശ്രമം. അതുപോലെ സ്ട്രീറ്റ് മിനിസ്ട്രി ഉണ്ട്. തെരുവിൽ അലയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ണൂരും കോഴിക്കോടും അതുപോലെ കോട്ടയത്തൊക്കെ നമ്മൾ അവരെ കുളിപ്പിക്കുക, അവരുടെ മുടി വെട്ടുക, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, അവരുടെ ഇടയിലേക്ക് ഇറങ്ങുക, വേദനിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുക. അങ്ങനെ സ്ട്രീറ്റ് മിനിസ്ട്രീസ് ഉണ്ട്. അതുപോലെ മറ്റ് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ പ്രായമായ ആളുകളും യുവജനങ്ങളൊക്കെ ചേരുന്ന കൊച്ചു കൂട്ടായ്മകളുണ്ട്. അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അർപ്പണത്തിലൂടെയൊക്കെ എല്ലാവരും ഒരുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ട്, പല ശുശ്രൂഷകൾ. ഇപ്പം ഞങ്ങൾ മീഡിയാസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. കാരണം കാർലോസാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാ ധ്യാനങ്ങളിലും മീഡിയാസ് ഉപയോഗപ്പെടുത്തും. പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന സത്യത്തെ ഇടവകളിലേക്ക് എത്തിക്കുക, ഇടവകളിൽ ആ സത്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക. അതിന് അൽമായരും അച്ഛന്മാരും അതുപോലെ സിസ്റ്റേഴ്സും എല്ലാം ചേരുന്ന വലിയൊരു ശുശ്രൂഷയാണ്. അപ്പോൾ ഇടവകളിലൂടെ ഞങ്ങൾ ദിവ്യകാരുണ്യ ധ്യാനങ്ങൾ, അതുപോലെ യൂത്തിന് വേണ്ടിയിട്ട് റിട്രീറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, അത് കാറ്റഗിസം പിള്ളേരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ദിവ്യകാരുണ്യ രാത്രി എന്ന് പറയുന്ന പരിശുദ്ധ കുർബാന റിയൽ പ്രസൻസിനെ കുറിച്ച് ബോധ്യം നൽകുന്ന ദിവ്യകാരുണ്യ രാത്രി എന്ന് പറയുന്നൊരു ശുശ്രൂഷയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻ, അതുപോലെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന പിള്ളേരെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ, ആദ്യ കുർബാന സ്വീകരിക്കുന്ന പിള്ളേരും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടൊരു വൺ ഡേ പ്രോഗ്രാം, മാലാഖമാരുടെ അപ്പം എന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനല്ല കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം അച്ഛനാ. നെവർ. ഞാനിവരുടെയൊക്കെ കൂടെ നിൽക്കുന്നു. പക്ഷെ ചെയ്യുന്നത് നല്ല മിടുമിടുക്കരായിട്ടുള്ള യുവജനങ്ങളും മിടുമിടുക്കരായിട്ടുള്ള അൽമായ പ്രേക്ഷിതരും, അതുപോലെ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എബിൻ എന്ന് പറയുന്ന MCBSലെ മറ്റൊരു അച്ഛനുണ്ട്, യുവജനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ ദിവ്യകാരുണ്യ ശുശ്രൂഷയെ വളരെ വിസ്തൃതമായി ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു തരിയെങ്കിലും സഭയുടെ ശുശ്രൂഷയോട് ചേർന്ന് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായി മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. ഇത് MCBS സഭ ഈ ഒരു മിനിസ്ട്രി ഭയങ്കരമായിട്ട് പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും പ്രൊവിൻഷ്യാളച്ചനും അതുപോലെ കൗൺസിലേഴ്സും ജനറാളച്ചന്മാരും കൗൺസിലേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും. MCBSലെ അച്ഛന്മാർ, MCBSമായിട്ട് MCBSൻ്റെ ഒരു കാര്യസം തന്നെയാണ് ഈ ഒരു മിനിസ്ട്രിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. ഇടറി വീഴുമ്പോൾ കൈത്താങ്ങായി മാറുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ആ മിനിസ്ട്രി ഇന്ന് സമൂഹത്തിൽ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ് എന്ന മിനിസ്ട്രിയിലേക്ക് തമ്പുരാൻ ഈ വൈദികൻ വഴി നടത്തുകയാണ്. അച്ഛൻ്റെ ഈ ജീവിതം എത്ര മനോഹരമാണ്. ദിവ്യകാരുണ്യനാഥനെ പ്രഘോഷിച്ചുകൊണ്ട് എൻ്റെ ജീവനും ജീവിതവും ദിവ്യകാരുണ്യമാണ് എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയുന്ന ഒരു ധീരനായ പുരോഹിതൻ. എത്ര സമുന്നതമാണ് അങ്ങയുടെ ജീവിതം. അങ്ങേക്ക് ഇനിയും മുന്നോട്ട് നിരവധി യുവജനങ്ങളെ തൻ്റെ കാർലോയുടെ പക്ഷം ചേർന്ന് മീഡിയയിലൂടെ ദിവ്യകാരുണ്യമായി മാറി ഇന്ന് സുവിശേഷ പ്രഘോഷണം ലോകത്ത് നിരവധി സ്ഥലങ്ങളിൽ പ്രഘോഷിക്കുവാൻ അങ്ങയെയും അങ്ങയുടെ ടീമിനെയും ഈശോനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.